നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂക്കാറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ തമ്പനയിൽ പറഞ്ഞതുപോലെ ഭൂമിയിലെ മരുഭൂമികൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിനു മുമ്പ് നമുക്കറിയാം, ഒരുപാട് പേരുകേട്ട മരുഭൂമികൾ, അവരുടെ പേരുകളൊക്കെ നമ്മളൊന്ന് ഓർത്തു വച്ചിരിക്കുന്നത് നല്ലതാണ്. ഒന്ന് സഹാറ മരുഭൂമി, 2 താർ മരുഭൂമി, അതുപോലെ നമുക്ക് പേരറിയാത്ത ഒരുപാട് മരുഭൂമികൾ, പീഠഭൂമികൾ എന്നിങ്ങനെ ഒരുപാട് ഭൂമികളുണ്ട്. ഇനിയിപ്പോൾ ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരം കൂടിയ മലനിരകളിൽ ഒന്നാണ് ഹിമാലയം പർവ്വതം. ഈ ഹിമാലയം പർവ്വതത്തിന് മുകളിൽ ഇപ്പോൾ അടുത്ത കാലത്ത് അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടായി. അതായത് ഒരു വമ്പൻ തിമിംഗലത്തിൻ്റെ ഉടൽ, അതായത് അതിൻ്റെ ഫോസിൽ മേൽപ്പറഞ്ഞ ഹിമാലയം പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് കണ്ടുകിട്ടുന്നതാണ്. ഈ ദിനോസറിൻ്റെ കാലത്തോളം പഴക്കമുള്ളതാണെന്ന് നമ്മൾ ആലോചിക്കണം കേട്ടോ. ഇതെങ്ങനെ അവിടെ വന്നു? ഇതൊരു വമ്പൻ ചോദ്യമാണ്. ഇനി അതവിടെ നിൽക്കട്ടെ. പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, നമ്മുടെ ഭൂമിയിൽ വെള്ളമായിരുന്നു എന്ന്. വെറും വെള്ളം, അതായത് പുഴയൊന്നുമില്ല, കുളമില്ല, കിണറില്ല, വെറും ഉപ്പുവെള്ളം. ആ ഉപ്പുവെള്ളത്തിന് നിന്നാണ് ആദ്യമായിട്ട് ജീവൻ ഉത്ഭവിച്ചത് എന്ന്. ഇനി ആ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ ഏറ്റവും വലിയ തിമിംഗലം എങ്ങനെ ഏറ്റവും വലിയ പർവ്വതമുകളിൽ എത്തി എന്നുള്ളത് ഇപ്പോൾ ഏകദേശ രൂപം ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഹിമാലയത്തിൻ്റെ ഉച്ചിയിൽ വരെ നീന്തി തുടിക്കാവുന്ന വെള്ളമായിരുന്നു, വെറും വെള്ളമായിരുന്നു നമ്മുടെ ഭൂമിയിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ വിഷയം, ഈ സത്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ പിന്നെ ഈ മരുഭൂമികൾ എങ്ങനെ ഉണ്ടായി എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ വമ്പം കടലായിരുന്നു. ആ കടലെല്ലാം ഈ ഭൂമിയുടെ സർഫസിൽ തന്നെ സൂര്യൻ്റെ അനേക കാലത്തെ ചൂട് കാരണം വറ്റി വരണ്ട് നീരാവിയായിപ്പോയി. അപ്പോൾ നമ്മുടെ കടൽ കംപ്ലീറ്റ് വറ്റുമോ? അതൊന്നും ഇപ്പോൾ പറയാൻ സാധ്യമല്ല. ഒരുപക്ഷെ വീണ്ടും വെള്ളം ഒന്നാകെ മൂടിയേക്കാം, കംപ്ലീറ്റ് വറ്റിയേക്കാം. ഇതൊക്കെ അല്ലാഹു ആലം. ഈ മരുഭൂമിയിൽ നിന്ന് ആണല്ലോ നമുക്കിപ്പോൾ ഈ പെട്രോളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വലിയ വലിയ ജീവികളുടെ ഫോസിലുകൾ നശിച്ചതാണ്. അപ്പോൾ ഒരു ജീവിയൊന്നുമല്ല, കടലിൽ നിറഞ്ഞ അനേകം ജീവികളുണ്ട്. ലക്ഷക്കണക്കിന് ശതകോടിക്കണക്കിന് ജീവികൾ ഈ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ട് നശിച്ചു പോയ ഭാഗത്തു നിന്ന് ഫോസിലുകൾ കിട്ടും. അതുപോലെ പെട്രോൾ കിട്ടും, ഡീസൽ കിട്ടും, മണ്ണെണ്ണ കിട്ടും, ഗ്രീസ് കിട്ടും, കൽക്കരി കിട്ടും എന്നിങ്ങനെ ഉപപ്രൊഡക്റ്റുകൾ ഒരുപാട് കിട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. ഇനി ആ കാര്യം അവിടെ നിൽക്കട്ടെ. അനേകം ഗോളങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നും തന്നെ ഈ ഭൂമിയിലുള്ളതുപോലെ ഒരു പച്ചപ്പോ അല്ലെങ്കിൽ മറ്റുള്ള ജീവികളുടെ ഫോസിലുകളോ ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ ആ ഗ്രഹങ്ങളിലുള്ള വെള്ളം മുഴുവൻ നീരാവിയായി പോയതാണോ, അതോ നീരാവി അവിടെ ഉണ്ടാവാൻ കാത്തിരിക്കുകയാണോ, അതോ നിറയെ വെള്ളമുള്ള ഗ്രഹങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ അത് എവിടെയാണ് ആയിരിക്കാം? ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ഇന്നത്തെ അന്വേഷണം.
അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ ഈ കാണുന്ന വെള്ളവും മറ്റുള്ള വസ്തുക്കളൊക്കെ ഇല്ലാതാവുന്ന ഒരു സമയത്ത് നമുക്ക് അന്യഗ്രഹത്തിൽ പോയി പാർക്കാൻ സാധിക്കുമോ? അതിനുള്ള ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രലോകം. ഇപ്പോൾ ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയൻ പർവ്വതത്തിൻ്റെ മുകളിൽ, ഇത്രയും ഹൈറ്റുള്ള പർവ്വതത്തിൻ്റെ മുകളിൽ എങ്ങനെ ഈ തിമിംഗലം വന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നാം ഒരുപാട് കാര്യങ്ങളിലൂടെ വിഡ്ഢിയാക്കപ്പെട്ടുകൊണ്ടിരിക്കുക. സത്യത്തിൽ ഇതാണ് സംഭവം. ഖുർആനിൽ പറയുന്നതാണ് ശരി. ഈ ലോകം മുഴുവൻ, ഈ കാണുന്ന ഭൂമി മുഴുവൻ വെറും വെള്ളമായിരുന്നു എന്ന്. അതേ ഖുർആനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, മനുഷ്യരെ മാത്രം നാം വേറെ സ്ഥലത്ത് വെച്ച് സൃഷ്ടിച്ചു എന്ന്. ഇവിടെ ഖുർആനിൽ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് രണ്ടഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട്. അതെന്തായാലും അതവിടെ നിൽക്കട്ടെ, അതിപ്പോൾ നമ്മുടെ സംസാര വിഷയമല്ല. ഇതൊരു ഫൈൻ ട്യൂൺഡ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം തന്നെ ചെയ്തു വച്ചിരിക്കുന്ന കാര്യം ക്രമേണ ഉരുത്തിരിഞ്ഞിങ്ങനെ കാലം പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇത് വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുമുണ്ട്, വിശ്വസിക്കാത്തവരുമുണ്ട്. നിങ്ങൾക്കെന്ത് തോന്നുന്നു? കാലം എന്ന് പറയുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അല്ലാതെ ഈ നമുക്ക് മനുഷ്യ ശരീരം പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള ജീവജാലം പോലെയോ അല്ലെങ്കിൽ ഒരാളെന്ന രൂപത്തിലോ റബ്ബിനെ കാണാൻ സാധ്യമല്ല. ഈ കാലം തന്നെയാണ് റബ്ബ് എന്നാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ നമ്മൾ പല ഭാഗത്തും വിഡ്ഢിയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതായത് യഹോവ, നാട് മുഴുവൻ ഉള്ള ദൈവങ്ങൾ, അള്ളാഹു ഒരു ഭാഗത്ത്, മറുഭാഗത്ത് യഹോവ, ഇപ്പുറത്ത് യേശു, ഇങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ. അതാണ് ഈ കാലത്തിൻ്റെ പേരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളത്. ഇപ്പം മരുഭൂമികൾ എങ്ങനെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായി എന്നൊരു ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള മറ്റുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരെ ഇത്തരം വീഡിയോകളൊക്കെ കൂടുതൽ വിജ്ഞാനം നിങ്ങൾക്ക് പകരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക, അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, അവരുടെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക. ഇതെല്ലാം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഈ ഒരു കൊച്ചു വീഡിയോയിൽ നിന്ന് ഉപസംഹരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.